വാർത്തയിലേക്ക് കടക്കുന്നു. പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈരാറ്റുപേട്ട മുൻസിഫ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്ത് അന്വേഷണം തീരാറായില്ലേ എന്ന് ചോദിച്ചതാണ് കോടതി. സ്വാഭാവികമായിട്ടും ജാമ്യം നൽകുന്നതിലേക്ക് തന്നെ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിരുന്നോ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി? വിവരങ്ങൾ എന്താണ്? ബെയിൽ ഗ്രാൻഡഡ് എന്ന് മാത്രമാണ് കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത്. ഇനി വിശദമായ വിധി പകർപ്പ് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് വിധി ഉള്ളത്, കൂടുതൽ കാര്യങ്ങൾ, പരാമർശങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ എന്നൊക്കെ വ്യക്തമാകുകയുള്ളൂ. ഇന്നലെ തന്നെ കോടതിയുടെ വാദം വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരുന്നത് ഈ കേസ് അന്വേഷണം പൂർത്തിയായതല്ലേ എന്നുള്ളതാണ്. അത് പലതവണ കോടതി ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേസ് അന്വേഷണം പൂർത്തിയായ ഒരു കേസിൽ ഒരു പൊതുപ്രവർത്തകനെ സ്വാഭാവികമായും ജയിലിലേക്ക് അയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന വിലയിരുത്തൽ തന്നെ കോടതി നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അതേസമയം തന്നെ ജയിലിൽ കിടന്നിട്ടില്ല പി സി ജോർജ് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചൊരു വാദം. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല ഹൈക്കോടതിയുടെ അടക്കം പലതരത്തിലുള്ള വിധികൾ ഉണ്ടല്ലോ, പരാമർശങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തോടും അത് മുൻകൂർ ജാമ്യാപേക്ഷയിലല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന മറുചോദ്യം കോടതി ചോദിക്കുകയും ചെയ്തു. മാത്രവുമല്ല തൊട്ടിപ്പുറത്ത് ഈ കോടതി അലക്ഷ്യം നടത്തിയ ആളാണ് പി സി ജോർജ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു രേഖകൾ പോലും ഇല്ല, അങ്ങനെ ഒരു നോട്ടീസ് പോലും കോടതി അയച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് പി സി ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ പ്രോസിക്യൂഷന്റെ വാദം ഫലത്തിൽ തള്ളിക്കളയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ ഇവിടെ ഷോൺ ജോർജും മറ്റുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകും എന്നത് തന്നെയാണ്. ശ്രീത്തിലേക്ക് വരാം. ചില സാങ്കേതിക വിഷയങ്ങൾ. അത് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നു. അന്വേഷണം തീരാറായില്ലേ എന്ന് കോടതി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയിരിക്കുന്നു. ബെയിൽ ഗ്രാൻഡഡ് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏതെങ്കിലും ഉപാധികൾ ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ തന്നെ പുറത്തു വരുമ്പോൾ പി സി ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തുമോ എന്നുള്ള കാര്യമാണ്. വിദ്വേഷ പരാമർശ കേസിലാണ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശ്രീത്ത് തുടരാം. തീർച്ചയായും പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല എന്ന് വേണം ഈ ജാമ്യം നൽകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പി സി ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഈ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം മാത്രമാണ്. അതിൽ പോലീസ് തുടക്കം മുതൽ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ മാത്രമാണ് വെച്ചത്. ഇതെല്ലാം ഫലത്തിൽ അങ്ങനെ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഈ കേസ് അന്വേഷണം പൂർത്തിയായ ഒരു സംഭവത്തിൽ, തെളിവെടുപ്പ് പൂർത്തിയായ ഒരു സംഭവത്തിൽ പിന്നെ എന്തിനാണ് ആ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഫലത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ വിധിയുടെ സന്ദേശം അത് തന്നെയാണ്. ഈ ഹൈക്കോടതിയുടെയൊക്കെ വിധിയുണ്ട്, കോടതി അലക്ഷ്യം നടത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചെങ്കിലും ഇതൊന്നും തെളിയിക്കാൻ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കാരണം ഈ കോടതി അലക്ഷ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്നാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടത്. അതായത് പി സി ജോർജ് ഇങ്ങനെ കോടതി അലക്ഷ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലീസിന്റെ തുടർ നടപടികളോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കോടതി ഇതിനെ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ ആശ്വാസമാണ്. ഈ കേസിൽ ഒരു പരിധിവരെ ജുഡീഷ്യൽ റിമാൻഡിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആശുപത്രിയിൽ കഴിയുന്നു. ജയിലിലാക്കണം എന്നുള്ളത് ലീഗിന്റെ അഭിഭാഷകൻ, യൂത്ത് ലീഗിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ച, പക്ഷെ ആ വാദം ഫലത്തിൽ കോടതി അംഗീകരിച്ചില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഈ കോടതിയിൽ യൂത്ത് ലീഗിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അതായത് ഡോക്ടർമാരെ സ്വാധീനിച്ച് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാമല്ലോ എന്ന ചോദ്യത്തിന് കോടതി അതിന് അല്പം രൂക്ഷമായ ഭാഷയിലാണ് അങ്ങനെയെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടേ, അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നത് അടക്കം ചോദിച്ചുകൊണ്ട് ആ അഭിഭാഷകന്റെ വാദം ഫലത്തിൽ ഖണ്ഡിക്കുക തന്നെ കോടതിയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതൊരു ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസിന്റെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ഇത് കേന്ദ്ര സർക്കാരിന് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ജയിലിൽ കിടക്കണം, അതിന് കൂടുതൽ ശിക്ഷകൾ ഉണ്ടാകണം എന്ന
എന്തുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല എന്ന ചോദ്യം അടക്കം ഉന്നയിച്ചിരുന്നതാണ്. അത് പി സി ജോർജിന്റെ ഈ ഒരു കേസ് എടുത്ത പശ്ചാത്തലത്തിൽ ജോർജിനെ മാത്രം കുറ്റപ്പെടുത്തിയില്ല, പൊതുവെ ഇത്തരം കേസുകൾക്ക് കിട്ടുന്ന ശിക്ഷ ചെറുതാണ് എന്ന നിരീക്ഷണം കോടതി നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മാത്രമല്ല, ഇപ്പോൾ പുതിയ BNS വകുപ്പ് പ്രകാരം ഈ ഒരു പ്രതിയെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ നോട്ടീസ് കൊടുത്ത പ്രതി തന്നെ അത് കൈപ്പറ്റിയ ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. എന്തായാലും ഇവിടെ നമുക്ക് നോക്കിയാൽ വൈകാതെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാനാകും. ഷോൺ ജോർജിന്റെ പ്രതികരണം ഉണ്ടാകും. ഈ BJP നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകുകയാണ്. ആ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചു പുറത്തു വരുമ്പോഴും രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഈ സമയത്ത്? വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ അടക്കം BJPയുടെ ജില്ലാ പ്രസിഡന്റുമാര്, മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ആകെ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊന്നുമില്ല, കേവലം വിധി മാത്രമേ ഉള്ളൂ. പിന്നീട് PC ജോർജ് പുറത്തിറങ്ങുക, അത് ഇവിടെ നിന്നും ഈ ബെയിൽ ഓർഡർ സ്വീകരിച്ച ശേഷം, ഈ ജാമ്യം സംബന്ധിച്ച് ഉത്തരവ് സ്വീകരിച്ച ശേഷം പാലാ ജയിലിൽ കൊണ്ടുപോയി അത് റിലീസിംഗ് ഓർഡർ കൂടി വാങ്ങിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയാലാണ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയുക. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നലെയും കോടതി പല വിഷയങ്ങളും ആരായുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ ഈ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു എന്ന് ഈ പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് ജാമ്യം എന്നുകൂടി കരുതേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും BJP നേതാക്കളുടെയൊക്കെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഷോണിന്റെ പ്രതികരണം ആദ്യം ഉണ്ടാകും, അതിന് പിന്നാലെ BJP നേതാക്കളുടെ പ്രതികരണം വരും. കോട്ടയത്ത് സ്വാഭാവികമായും PC ജോർജ് റിലീസ് ആകുന്ന സമയത്തും കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. PC ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വലിയ ആശ്വാസമാണ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം. വിദ്വേഷ പരാമർശ കേസിൽ മുൻകൂർ ജാമ്യം കോട്ടയം കോടതി, ഒപ്പം ഹൈക്കോടതിയും നിഷേധിച്ചതാണ്. വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ PC ജോർജുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തതാണ്. ആരോഗ്യ കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് PC ജോർജ് ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. വിവരങ്ങളുമായി ചേർന്നു. ഷോൺ ജോർജ് അടക്കമുള്ളവർ കോടതിയിലുണ്ട്. ഏതായാലും ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്? യെസ്, ഷോൺ ജോർജ് ആണ് സംസാരിക്കുന്നത്. രാജ്യപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനി ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത്.